വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സൗണ്ട് എല്ലാം പോയിട്ടുള്ളത്. ഇന്ന് ഞാനിപ്പോൾ ഡോക്ടറൊക്കെ കാണിച്ചിട്ട് വരിക. എന്താണെന്നറിയില്ല, തൊള്ളട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ടായിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളുടെ ഒരു ഹോം ടൂർ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും പോകാൻ ഈ 2-3 ദിവസം കൂടി ഉള്ളൂ. അപ്പോൾ ഇനി അതിനൊരു ടൈമില്ല. അപ്പോൾ അത് കാണിച്ചിട്ട് നിങ്ങളെ വീടൊക്കെ ഒന്ന് കാണിച്ച് വീടും പരിസരമൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി. അപ്പോൾ ഒന്ന് ഹോം ടൂറിലേക്ക് പോവാം. ഓക്കെ, ബായോ. ഇതാണ് നമ്മളെ വീട്ടിലേക്കുള്ള വഴി. ഞാൻ അന്ന് പറഞ്ഞിട്ടില്ലായിരുന്നോ, വീട്ടിനടുത്ത് മൊത്തം ആൾക്കാരാണ്. ഇതൊക്കെ നമ്മൾ ഫാമിലി തന്നെ കേട്ടോ. ഇത് നമ്മളൊരു അമ്പലമാണ്, ഒരു തറവാട്ട് ക്ഷേത്രമാണ്. ഇതൊക്കെ നമ്മളെ അച്ഛൻ്റെ ഫാമിലിയാണ്. അപ്പോൾ അവിടേക്ക് വീടുണ്ട്. അത് ഫാമിലി അല്ല, പക്ഷെ നമ്മൾ നെയ്ബേഴ്സാണ്. അങ്ങനെ ഇവിടെയൊക്കെ നമുക്ക് വീടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ വീട്, ഈ കുഞ്ഞു വീട്. മുറ്റം കുറവാണ്. അബീൻ്റെ വീട് പോലെ മുറ്റം ഒരുപാടൊന്നുമില്ല. ഇത് അങ്ങോട്ടേക്ക് എൻ്റെ പാപ്പൻ്റെ വീട്ടിലേക്കുള്ള വഴിയാണ്. ഇത് ഞങ്ങളുടെ വീട്. ഞങ്ങളെ വണ്ടി പുറത്തമ്മ ആരെല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുകളിലേക്ക് പോവാം, ഉള്ളിലേക്ക് പോവാം. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ വീട് ഫസ്റ്റ് ഇങ്ങനെ അല്ലായിരുന്നു. മുറ്റം ഐ മീൻ സിറ്റ് ഔട്ട് ഇങ്ങനെ അല്ലായിരുന്നു. ഡോർ അവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അത് ഞങ്ങൾ ചേഞ്ച് ചെയ്ത് ഇങ്ങോട്ടേക്കാക്കി. അവിടെ ഒരു പെർഗോളം കൊടുത്തിട്ടുണ്ട്. അത് അപ്പോൾ സിറ്റ് ഔട്ടിൽ നമ്മളൊരു ബെഞ്ച് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഹെൽമെറ്റ് ആട്ടോ, ഞങ്ങൾക്ക് 3 വണ്ടി ഉള്ളതിനുണ്ട് ഹെൽമെറ്റാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇവിടെ ഇരുന്നുള്ള നല്ല വ്യൂ. വൈകുന്നേരം ആയാൽ അവിടെ അങ്ങനെ ഇരിക്കാനും നിങ്ങൾക്ക് തന്നെ കേൾക്കാൻ പറ്റുന്നുണ്ടാവില്ലേ, അണ്ണാൻ്റെ ചിലപ്പ്, കാക്ക, കിളി എല്ലാം ഉണ്ടാവും. ഭയങ്കര സൗണ്ട് ആയിരിക്കും. നമ്മളിവിടെ ഇരുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഫോൺ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ എന്നോട് ചോദിക്കും, നീ എന്താ കാട്ടിനുള്ളിലാണോ ഉള്ളത്? ആ രീതിയിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മളുടെ സൗണ്ട് ഉള്ളത്. പക്ഷേ രസമാണ് ചില സമയത്ത്. ഓക്കെ, അപ്പം ഇവിടുന്ന് ഇങ്ങനെ, ഇവിടെ പറഗോളയാണെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്കാണ് നമ്മൾ കയറേണ്ടത്. നമ്മളെ കയറി വന്ന പോലെ തന്നെ നമുക്കൊരു ലിവിങ് ഏരിയ ആണ്. എല്ലാവരുടെയും പോലെ തന്നെ ഒരു TV കോർണറിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. വെറുതെ ഒരു എസ്തെറ്റിക്സിന് ഇങ്ങനെ പ്ലാൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് പ്ലാസ്റ്റിക് ആട്ടോ. അങ്ങനെ പ്ലാൻസ് കൊടുത്തിട്ടുണ്ട്. അത് അച്ഛൻ്റെ സ്വന്തം പാവയാണ്. ഞങ്ങളില്ലാത്തതുകൊണ്ട് അച്ഛൻ്റെ കമ്പനിക്കാരൻ അത് അച്ഛനതാ നോക്കി നിൽക്കുന്നു. ഇതാണ് നമ്മളുടെ സെറ്റ് ഏരിയ, കണ്ടോ? ലിവിങ് ഏരിയ ആണ്. അതിൻ്റെ മുകളിൽ നമ്മളെ ഫാമിലി എൻ്റെ മാരേജിൻ്റെ സമയത്തുള്ള ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഞാനും എൻ്റെ ബ്രദറുള്ള ഫോട്ടോ ഉണ്ട്. ലൈറ്റ് ഇട്ടതാണ്. ഇങ്ങനെ നമ്മളെ അൽക്കൊലത്തെ എല്ലാ ഇതിൻ്റെ ചെറുപ്പത്തിലുള്ള ഞാനും എൻ്റെ അനിയനും ഉണ്ട്, അച്ഛനും അനിയനും ഉണ്ട്. ചെറുത് ഞാനാണ്. ഇങ്ങനെ പുലീൻ്റെ തായ്ലാൻഡ് പോയപ്പെടുത്ത ഫോട്ടോസാണ്. ഇത് അമ്മമ്മ, അച്ഛൻ, അമ്മമ്മേൻ്റെ അച്ഛൻ്റെ ഫോട്ടോസ് അവിടെ. അമ്മമ്മയല്ല, അച്ഛനും അച്ഛമ്മയാണ്, പക്ഷെ ഞങ്ങൾ അമ്മമ്മ എന്നാണ് വിളിക്കൽ. പിന്നെ ഞങ്ങളുടെ ഒരു ഫാമിലി ഫോട്ടോ. ഞങ്ങളിങ്ങനെ ഫോട്ടോസ് കുറേ ഇങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ തൂക്കി വെക്കാറുണ്ട്. നല്ലതല്ലേ, ഒരു മെമ്മറി അതുപോലെ. അപ്പോൾ ഇതാണ് നമ്മളുടെ ലിവിങ് ഏരിയ. ലിവിങ് ഏരിയയിൽ നിന്ന് ഇത് നമ്മൾ എൻട്രൻസ്. ഇത് ലിവിങ് ഏരിയയിൽ നിന്ന് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നേരെ ഡൈനിങ് ഏരിയ ആണ്. ഇതാണ് നമ്മളുടെ ഡൈനിങ് ഏരിയ. ഡൈനിങ് ഏരിയ നമുക്ക് ഇവിടേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ TV എല്ലാം കാണാം. അതുപോലെ തന്നെ കേട്ടോ നമ്മളുടെ ടോട്ടൽ നമ്മളുടെ ലിവിങ് ഏരിയൻ്റെ ഒരു ഇത് നമ്മളൊരു ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് കൊടുത്തത്. ബ്ലൂ എന്ന് വെച്ചാൽ ഒരു എക്വ ബ്ലൂ ആണേ. അപ്പോൾ അങ്ങനെ ഇതാണ് നമ്മളുടെ ഇവിടെ ഒരു ചെറിയ നമ്മളൊരു വിളക്കൊക്കെ കത്തിക്കുന്ന ഒരു സ്പോട്ടുണ്ട്. നമുക്കിവിടെ ഒരു വാഷ് ഏരിയ ഉണ്ട്. പിന്നെ ഇവിടെ നമ്മൾ മുകളിലേക്കുള്ള സ്റ്റെയർ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു കോമൺ ബാത്റൂമാണേ. കോമൺ ബാത്റൂമിന് ഇവിടെയാണ് നമുക്കൊരു മാസ്റ്റർ ബെഡ്റൂം ഉള്ളത്. അച്ഛനും അമ്മയും ഇവിടെയാണ് കിടക്കുന്നത്. ഇതാണ് നമ്മളുടെ മാസ്റ്റർ ബെഡ്റൂം. ഓക്കെ, ഇതാണ് എൻ്റെ കോലം. ഹായ്. ഓക്കെ, ഇവിടുന്ന് നേരെ ഇങ്ങോട്ടേക്ക് തിരിച്ചു പോയാൽ നമുക്ക് നമ്മളുടെ സ്വന്തം അടുക്കള കാണാം. അടുക്കളേൻ്റെ പണിയെല്ലാം ഇപ്പോൾ കഴിഞ്ഞിട്ട് അമ്മ ഒന്ന് ഒതുക്കി വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളുടെ അടുക്കള. ഓക്കെ, കാണുന്നുണ്ട് അടുക്കള. ഇതാണ് അടുക്കളേൻ്റെ ഏരിയ. ഓക്കെ, കുഞ്ഞടുക്കള കേട്ടോ, ഭയങ്കര വലുതൊന്നുമല്ല, ഒരു കുഞ്ഞടുക്കളയാണ്. പിന്നെ പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കട്ടെ, പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ തൊടിപ്പുറാണ് നമ്മളുടെ ആസ് യൂഷ്വൽ. വാഷിംഗ് മെഷീനും കാര്യങ്ങളും തിരുമ്പുന്ന കല്ലും ചെറിയൊരു തൊടിപ്പുറാണ്. ഒരുപാട് സ്പേസ് ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ ചെറുതാണ്. അപ്പം ഇതാണ് നമ്മളുടെ അടുക്കളേൻ്റെ ഏരിയ. അതിൽ അടുക്കട്ടെ, ഇല്ലെങ്കിൽ പൂച്ചേട്ടനുണ്ട്, അത് അങ്ങോട്ട് കയറും. അപ്പോൾ ഇവിടെ നമ്മൾ ഫ്രിഡ്ജും കൊടുത്തിട്ടുണ്ട്. ആ വെള്ളത്തിൻ്റെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കിണറിൻ്റെ വെള്ളമാണ് യൂസ് ചെയ്യുക. പക്ഷേ അല്ലാതെ നമ്മൾ കുക്കിങ്ങിനൊക്കെ നമ്മൾ ടാപ്പ് വാട്ടറാണ് യൂസ് ചെയ്യുക, കോർപ്പറേഷൻ വെള്ളം. അപ്പോൾ അതാണ് അത് കേട്ടോ. ഇതൊക്കെയാണ് ഇന്ന്. ചിക്കൻ കറിയാണ് സ്പെഷ്യൽ അമ്മേൻ്റെ. ഇനി ആകെ കുറച്ച് ദിവസം കൂടി അല്ലേ ഉള്ളൂ ഞാനിവിടെ. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഫുഡ് നിർബന്ധമാണ്. അവിടെ പോയാൽ നമ്മൾ തന്നെ ഉണക്ക ഫുഡ് ഉണ്ടാക്കും, കഴിക്കും. എൻ്റെ ഫുഡ് ഉണ്ടാക്കി നമ്മൾ തന്നെ കഴിക്കുമ്പോൾ ഒരു രസമില്ലല്ലോ, പക്ഷെ വേറെ ആളുണ്ടാക്കി തരുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ നമ്മൾ മുകളിലേക്ക് പോകാം. മുകളിൽ 2 റൂമാണുള്ളത്, എൻ്റെയും ബ്രദറിൻ്റെയും റൂം. ആദ്യം ഞങ്ങൾക്ക് താഴെ മാത്രമേ ഉള്ളായിരുന്നു, പിന്നെ അത് ചേഞ്ച് ചെയ്തിട്ട് മുകളിലേക്ക് എടുത്തതാണ്. ഇത് മാറ്റിയില്ലേ? ഇത് ഞാൻ വരച്ചതാട്ടോ. എനിക്കിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ വരയ്ക്കാനുള്ള ഇത് തോന്നും, അങ്ങനെ വരച്ചതാണ്. അമ്മ ഒന്ന് നിർത്തുവോ, കേൾക്കൂല.
ഇതിന് മുന്നേ ഞാൻ വരച്ചതൊക്കെ ഇവരെ പെയിന്റ് അടിച്ച് നശിപ്പിച്ച് കളഞ്ഞു. അതുകൊണ്ട് അതൊന്നും എനിക്ക് കാണിച്ചു തരാമല്ല. ഇതിപ്പോൾ ജസ്റ്റ് ഞാനിങ്ങനെ കയറി വരുന്നിടത്തൊരു ഭംഗിയല്ലേ വെച്ചിട്ട് വരച്ചതാണ്. ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണെന്നുള്ളത് കറക്റ്റ് കണ്ടോ. ഇതിപ്പോൾ അമ്മയ്ക്ക് ഇന്ന് ഒരു പരിപാടി ഉണ്ട്, അതുകൊണ്ടാണ് അമ്മ കേരള സാരി എസ്തിരിട്ട് വെച്ച പ്ലേറ്റ്സ് ഒക്കെ എടുത്തിട്ട്. ഇതാണ് ഞാൻ വരച്ച സംഗതി. ആ വരച്ചതിൻ്റെ തൊട്ട സൈഡിലാണ് എൻ്റെ റൂം, എൻ്റെ കൊച്ചു സാമ്രാജ്യം, എൻ്റെ സ്വന്തം ടെഡ്ഡി ബിയർ. ഇതാണ് എൻ്റെ റൂം. മൂപ്പര കൂടെയാണ് ഞാൻ കിടക്കാറ്. അതിൻ്റെ മുകളിൽ ഞാനും അഭിയൊക്കെ ഉള്ള കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും, ഞങ്ങളുടെ ഗുഡ് മൊമെൻറ്റ്സ്, കല്യാണം അല്ലാതെ എടുത്ത ഫോട്ടോ, കല്യാണത്തിൻ്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആയിട്ട് അതൊക്കെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഒരു അലമാര, നമ്മളൊരു ഡ്രസ്സിങ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്ര നീറ്റൊന്നും ഉണ്ടാവില്ല, കാരണം അൽക്കൊയ്തയാണ്. കാരണം പോകാനായതും പിന്നെ വന്ന് കയറിയപ്പോൾ എല്ലാം കൂടെ നമുക്ക് വാഡ്രോബിലൊന്നും സെറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പെട്ടിയിൽ തന്നെയാണ് കുറേ എണ്ണം ഉള്ളത്. കുറേ സാധനം ബാഗിൽ, കുറേ സാധനം ഇവിടെ, അങ്ങനെ കുറച്ച് സംഗതികളൊക്കെ ആയിട്ട് ഇതാണ് എൻ്റെ റൂം. എനിക്കൊരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. ഇതാണ് എൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് മുകളിൽ ഒരു കോമൺ ബാത്റൂം ഉണ്ട്. കോമൺ ബാത്റൂം എൻ്റെ ബ്രദറിൻ്റെ റൂമിലേക്ക് ശരിക്കും പറഞ്ഞാൽ കോമൺ ആണ്. അപ്പോൾ അവൻ്റെ റൂമിൽ ബാത്റൂം ഇല്ല, അപ്പോൾ അവനാണ് ഇത് കൂടുതൽ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ അത് എൻ്റെ റൂം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഈസ് മൈ ബ്രദേഴ്സ് റൂം. അവനവിടെ പോയി രക്ഷപ്പെട്ട. ഓഫ്, ലൈറ്റ് അവിടെ. ഇതാണ് അവൻ്റെ റൂം. അവനും പെട്ടിയിലാണ് കുറച്ച് സാധനങ്ങൾ. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഏരിയ ഉണ്ട്. ഇവിടെ ഞാൻ നല്ലൊരു ബുദ്ധനെ വരച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് പെയിൻ്റ് അടിച്ചപ്പോൾ എല്ലാം പോയി. എൻ്റെ കല്യാണത്തിൻ്റെ ടൈമിൽ പെയിൻ്റ് അടിച്ചതാട്ടോ. പിന്നെ ഇവിടെ അവൻ്റെ വാഡ്രോബ് സെറ്റാണ്, അടിപൊളിയായിട്ടൊരു വാഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ ഉണ്ട്. പിന്നെ ഞങ്ങളുടെ രണ്ടുപേരുടെയും ഫോട്ടോ, പിന്നെ താഴെ ഞങ്ങൾ തന്നെയാണ് മെയിൻ ഫോട്ടോസ് ഉള്ളത്. അങ്ങനെ കുറച്ച് സാധനങ്ങളും, പിന്നെ വീണ്ടും ഞാൻ. ഇത്രയൊക്കെയാണ് ഇവൻ്റെ റൂം. ഓക്കെ, നെക്സ്റ്റ് അമ്മേൻ്റെ സ്വന്തം മെഷീൻ അടിക്കുന്ന ഏരിയ. സുഖല്ലേ മോളെ? എന്താ അടിക്കുന്നത്? ബ്ലൗസ് അടിക്കാണോ ഷേപ്പ് ആക്കാണോ? സത്യം പറയണോ? ചിരിക്കുന്നോ? കിണിക്കാതെ പറ പെണ്ണുങ്ങളെ. എന്താ ബ്ലൗസ് ഷേപ്പ് ആക്കുക? അടിക്കാൻ അറിയാലോ, അടിക്കായിട്ടല്ലേ? എന്താ അടിക്കാത്ത? കൈവേദന, കാലുവേദന. ആ മെഷീൻ്റെ മറ്റേ സാധനം നല്ല മെഷീൻ വാങ്ങിച്ചു തരാൻ പറഞ്ഞിട്ട് നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞിട്ടല്ലോ, മടിച്ച്. പിന്നെ സ്വന്തം ബ്ലൗസ് അടിക്കാനുള്ള കോൺഫിഡൻസ്. എൻ്റെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചുരിദാർ മൊത്തം അമ്മയായിരുന്നു അടിച്ചറിൽ. നല്ല കറക്റ്റ് അളവിൽ എനിക്ക് കിട്ടാറുണ്ടായിരുന്നു. പക്ഷെ മുപ്പത്തി അത് നിർത്തി, ഇപ്പോൾ പൈസ കൊടുത്ത് പുറത്ത് പോയി അടിക്കണം. പിന്നെ ഒരു ബാൽക്കണിയാണ് നമുക്കുള്ളത്. അയ്യോ, അടിപൊളി സാധനം വേണോ? ഇതാ ഞാൻ എടുത്തോളാം. അപ്പോൾ ബാൽക്കണിയിൽ നല്ല രസമാണ്. ഇവിടെ ഇങ്ങനെ വ്യൂ. ഇതെൻ്റെ പെട്ടീൻ്റെ, ഞാൻ വാങ്ങിയ പെട്ടിയാണിത്. ഇവിടെ നിന്ന് ഇങ്ങനെ ഇരുന്ന് നല്ല ഈവനിങ് ആയിക്കഴിഞ്ഞാൽ അവിടെ വെയിലൊന്നും ഉണ്ടാവില്ല, നല്ല രസമാണ്. കണ്ടില്ലേ? ഇവിടെ നല്ല സുഖമാട്ടോ ഇരിക്കാൻ. ഈവനിങ് ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഇരുന്നിട്ട് നമുക്കിങ്ങനെ കഥ പറയാനൊക്കെ ഞങ്ങൾ ഇരിക്കുന്ന ഒരു സ്പോട്ടാണിത്. ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ കഥ പറയാം, അവിടെ പോകുന്ന ആൾക്കാരെയും കാണാം, കിളികളും കണ്ണാനൊക്കെ ഇങ്ങനെ വരും. ഈ കമ്പീൻ്റെ ഇതിൽ കൂടെ ഇങ്ങനെ കണ്ണാനൊക്കെ വരും. നല്ല രസമാണ്, നല്ലൊരു ഏരിയ ആണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ബാൽക്കണിയിൽ നിന്ന് മുകളിലുള്ള ടെറസിലേക്ക് പോകാനൊന്നും ആവില്ല. പക്ഷെ ടെറസിലേക്ക് പോകാനൊരു കോണി വെച്ചിട്ടുണ്ട്, ഏണി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് പോകാൻ വേണമെങ്കിൽ കാണിച്ചു തരാൻ ജസ്റ്റ് ഒന്ന്. പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ വയ്യ, ഭയങ്കര വെയിലായിരിക്കും. നമുക്ക് നോക്കാം. പക്ഷെ ഇതൊക്കെ ക്ലോസ് ചെയ്ത് വെച്ചിട്ടാണ് ഉള്ളത്. ഓപ്പൺ ചെയ്യണമെങ്കിൽ ചില്ലറ പാടൊന്നുമല്ല. ഓക്കെ, ഇതിൻ്റെ റൂമിൽ നിന്ന് ഇവിടേക്കുള്ളത് ഇതാണ് നമ്മളെ ഓപ്പൺ ടെറസിലേക്കുള്ള ഒരു വഴി. ഇങ്ങനെ ഒരു നല്ല സാധനം. ഇവിടെ ഇതേപോലെ തന്നെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വ്യൂ ഉണ്ട്. മുകളിലേക്കും ഇതൊക്കെ ആയിട്ട് നമുക്ക് അപ്പുറത്തുള്ളവരൊക്കെ അടുത്തടുത്ത വീട് കണ്ടില്ലേ, തൊട്ടപ്പുറത്തേക്ക് വീടുള്ളത്. പിന്നെ ഇവിടുന്ന് മുകളിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ടെറസിൽ ആറിടാനും ഒക്കെ ഉള്ള സൗകര്യമാണ്. കാണിച്ചു തരാം. പിന്നെ എല്ലായിടത്തും ഇങ്ങനെ ഒരു ഹാൻഡ് റെയിൽ കൊടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ കുട്ടികളൊക്കെ കയറുവാണെങ്കിൽ, നമ്മൾ കണ്ണു വെട്ടിച്ച് കയറുവാണെങ്കിൽ ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് അങ്ങനെ ഇവിടെയൊക്കെ സെറ്റ് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇതാണ് നമ്മൾ ടെറസ്. നല്ല വെയിലാണ്, എനിക്ക് വയ്യ അങ്ങോട്ട് പോകാനേ. നമ്മളെ ടാങ്കാണത്. ഇതാണ് നമ്മളുടെ ഇവിടെ നിന്നുള്ള വ്യൂ കേട്ടോ. നല്ല ഭംഗിയില്ല. അവിടെ ഒരു ചെറിയ കുളമൊക്കെ ഉണ്ട്, നല്ലൊരു സ്ഥലം കാണാൻ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഏരിയ. എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? എൻ്റെ കോലൊന്നും നോക്കണ്ട. വീട്ടിലിരിക്കുമ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെയാണല്ലോ ഇരിക്കല്. സീരിയലൊക്കെ കാണുന്ന പോലെ ലിപ്സ്റ്റിക്കും ഇതൊക്കെ ഇട്ടിട്ട് ഒരുങ്ങി കെട്ടിരിക്കില്ലല്ലോ. അപ്പോൾ ആ കോലത്തിലാണ് ഉള്ളത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീടിൻ്റെ വലിപ്പത്തിലല്ല, അതിനുള്ളിലുള്ള സന്തോഷത്തിലാണ് കാര്യം. അതുതന്നെയാണ് എനിക്കിപ്പോഴും പറയാനുള്ളത്.
ഹാപ്പിയാണ്. എല്ലാ വീട്ടിലും പോലെ തന്നെ അടിയും വഴക്കും ഒക്കെ ഉണ്ട്. സിബ്ലിങ്സ് ആയിട്ടുള്ള വഴക്കുണ്ട്, അച്ഛനും അമ്മയായിട്ടുള്ള വഴക്കുണ്ട്, അച്ഛനും മക്കളും അമ്മയും മക്കളും ആയിട്ടുള്ള വഴക്ക്. അമ്മയും ഞാൻ എപ്പോഴും അടിയാണ്. പക്ഷെ എന്തൊക്കെ ആയാലും അത് നമ്മുടെ വീടാണ്, ഹോം, സ്വീറ്റ് ഹോം. അപ്പം ഇത്രയൊക്കെയാണ് നമ്മളുടെ ഹോം ടൂർ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ബാക്കി വിശേഷങ്ങളായിട്ട് ഇനിയിപ്പോൾ എനിക്കാകെ ഈ തിങ്കളാഴ്ച ഞാൻ പോവും. ഇതിപ്പോൾ ഒരു വ്യാഴാഴ്ച, ഇന്നിവിടെ ബന്ധാണ്. അതുകൊണ്ട് അവിടെ എല്ലാവരും കാണുന്ന കേട്ടോ. അല്ലെങ്കിൽ അച്ഛനൊന്നും ഇവിടെ ഉണ്ടാവില്ല, അനിയനും ഉണ്ടാവില്ല, ഞാനും എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും. ഇന്ന് എല്ലാവരും ഇവിടെ ഉണ്ട്. കാരണം ഇവിടെ അവരെ മൊത്തത്തിൽ ബന്ധാണ്. കേരളത്തിലും എല്ലായിടത്തും ബന്ധാന്ന് തോന്നുന്നു. അപ്പോൾ ഇന്ന് എല്ലാവരും ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കുറേ ടൈം സ്പെൻഡ് ചെയ്യാനും പറ്റും. എല്ലാവരും ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് തന്നെ എടുക്കാം, ഈ വീഡിയോ എടുക്കാൻ പറ്റിയൊരു ടൈമാണെന്ന് കരുതി എല്ലാവരും ഒന്ന് കാണുകയും ചെയ്യാമല്ലോ. അപ്പോൾ ഇതാണ് നമ്മളുടെ കുഞ്ഞി ഹോം ടൂർ വ്ളോഗ്. ഞാൻ ഒന്ന് താഴേക്ക് പോയിട്ട് എല്ലാവരും കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അച്ഛൻ താഴെയുള്ളത്. അപ്പം വയോ വയോ. അപ്പം അമ്മേൻ്റെ പണിപ്പുര തന്നെയാണുള്ളത്. അമ്മേ ബൈ പറഞ്ഞാള്. ബൈ ബൈ. ഓക്കെ, എന്താ പറയാണ്ടോ? എന്തെങ്കിലും പറ, രണ്ടു വാക്ക് നമ്മളെ വീടിനെ പറ്റി, എന്നെ പറ്റി. ഒന്നും പറയണ്ട. വീടിനെ പറ്റിയെങ്കിലും രണ്ടു വാക്ക് പറ. ഒരു പ്രവാസി എന്ന നിലയ്ക്ക് നാട്ടിലേക്ക് യശു ഒന്ന് പറയട്ടെ. പോടുന്നു ഒരു വീട്ടിലേക്ക് കിട്ടിയാൽ മതി തന്നെ. എല്ലാ പണി എടുത്തോളൂ, അത്ര നല്ല മോളാ അല്ലേ? ഒരു പ്രവാസി എന്ന നിലയ്ക്ക് ഒരു 1.5 വർഷം കഴിഞ്ഞതിന് ശേഷം, 1.5 വർഷം, 1 വർഷം 4 മാസത്തിന് ശേഷം നാട്ടിലേക്ക് തിരിച്ചു വന്ന വീട്ടിലിരിക്കുമ്പോൾ എന്ത് തോന്നുന്നു? പ്രത്യേകിച്ച് ഒന്നും തോന്നില്ല. ഒന്നും തോന്നില്ല എനിക്ക്. ഒരു ഹാപ്പിനെസ് ഉണ്ടാവല്ലോ, നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് വരുന്ന ഹാപ്പിനെസ് ഉണ്ട്. വേറെ ഒന്നും തോന്നിയില്ല ആ പ്രവാസി ജീവിതത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ? അതുണ്ട്. പിന്നെ അവിടെയാണ് എന്തുകൊണ്ട് നാട്ടിൽ തന്നെയല്ലേ നല്ലേ. നമുക്ക് നമ്മളെ സ്വന്തം കട്ടില് നമ്മുടെ റൂമില് ആരും പേടിക്കാതെ എപ്പ വേണമെങ്കിൽ നീക്കാം. അവിടെ ആരും പേടിപ്പിക്കല്ല, പണിക്ക് പോണല്ലോ, പണിക്ക് പോണം, റൂം കാര്യങ്ങളൊക്കെ. അപ്പൊ ഇവിടെ അതൊക്കെയാണ് രസം. പിന്നെ എന്റെ വെച്ച് വെക്കുമ്പോ എനിക്ക് നേരത്തെ തിന്നാൻ കിട്ടും. അവിടെ ആകുമ്പോ ഞാൻ ഉണ്ടാക്കണം, ഇവിടെ ആകുമ്പോ അമ്മ തിന്നാൻ തരും. അമ്മ ചോദിക്കുന്നത് ഈ റെസ്റ്റ് എനിക്ക് എപ്പോഴാണ് കിട്ടാന്ന്. അങ്ങനെ ചോദിച്ചാൽ എനിക്ക് അറിയില്ല. റെഡി പോരാളി, നിങ്ങൾക്ക് എപ്പോഴാണ് റെസ്റ്റ് കിട്ടാന്ന് വെച്ചില്ല. ഞാൻ ഉണ്ടാക്കി തരില്ലേ, ഞാൻ സഹായിക്കല്ലേ. എക്സ്ക്യൂസ് മീ, ഇങ്ങോട്ട് നോക്കി പറ, ഞാൻ സഹായിക്കല്ലേ? സഹായിക്കലല്ല, ഞാൻ എല്ലാം ചെയ്തല്ലേ. ചിരിക്കുന്നോ? കള്ളം പറഞ്ഞു, സത്യം പറ. ഞാൻ എന്താ സഹായിക്കലല്ല, എല്ലാം ചെയ്യാറുണ്ട്. ചിരിക്കുന്നോ? ഇതൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഞാൻ ഒന്നും ചെയ്യില്ല, പറഞ്ഞു പറയിപ്പിക്കുന്നുണ്ട്. ഞാൻ ഒന്നും ചെയ്യില്ല. ഞാൻ ഒളിപ്പിച്ചാണ് ഞാൻ പറഞ്ഞ മര്യാദക്ക്. അവള് സഹായിക്കുന്നൊക്കെ ഉണ്ട്. 10 രൂപ ചുട്ടി. എനിക്കുള്ളതല്ല, ഞാൻ ഫുള്ള് ചുട്ടിക്കുന്നേ. പിന്നെ സഹായിക്കാന്നുള്ള സംഭവമല്ലേ. ഇവിടെ വേറെ കുറെ ആൾക്കാരുണ്ട്, ഒന്നും ചെയ്യൂല. പക്ഷെ അച്ഛൻ പാത്രം കഴിക്കും. ഇരിക്കുന്നു. ഓനല്ലേ പറയുന്നത് അച്ഛൻ. അവൻ തിന്നുന്ന അവൻ കഴിക്കി വെക്കും, വേറെ അടുത്ത് നിന്ന് കഴിക്കി വെക്കില്ല. എല്ലാ ദോശയും ഞാനത് വിട്ട. ഞാൻ തുടക്കപ്പ് മുതൽ ചൊട്ടിക്കുന്നു. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. ഇങ്ങനെയൊക്കെയാണ് ഇവിടെ ഉണ്ടാവുന്ന അടികൾ. അറിയാലോ എല്ലാവർക്കും, എല്ലാവരും വീട്ടിലുള്ള പോലെ തന്നെ. കലവില. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. ബായ്. അടുത്തൊരു ബ്ലോഗ് ആയിട്ട് കാണാന്ന് പറ. അടുത്തൊരു ബ്ലോഗ് ആയിട്ട് കാണാം. പറയാനുള്ള ഇതിനെ പറ്റി, എന്നെ പറ്റി 2 വാക്ക്. നല്ല മോളാണ്. ഇതൊന്നല്ല മോളിനുള്ള അഭിപ്രായം. മോളിന്ന് വളരെ മോശം അഭിപ്രായം ഉണ്ടായത്. വേറെ അഭിപ്രായം ഒന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ലല്ലേ? ഞാൻ പണിയെടുക്കുന്നില്ല എന്നൊരു കിംവദന്തി കേൾക്കുന്നത്. അങ്ങനെ എനിക്ക് പറ്റുന്ന പണിയോ? എനിക്ക് എല്ലാ പണിയും പറ്റും. പക്ഷെ ഞാൻ മടിയതിനോട് എടുക്കാത്തതാ. അപ്പൊ വേറെ ഒന്നും പറയാനില്ല. മക്കള് വന്ന് ഇനിയിപ്പോ 2 ദിവസം കഴിഞ്ഞാൽ ഞാൻ പോവും. എന്തേ പറയാനുണ്ടോ? നിനക്കെന്താ വിഷമമുണ്ടോ? നീ അങ്ങോട്ട് വരുമല്ലോ അല്ലേ? അതൊരു മാതിരി വികാരത്തൊരു നാറി. നോക്കണ്ട, മൈൻഡ് ചെയ്യണ്ട. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മളുടെ വിശേഷങ്ങൾ. നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. 2-3 പ്രാവശ്യം അത് പറയുന്നത്. ഇനി എന്തായാലും പോവാം.